ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിംസിലെ DNA ആക്ടിവേഷൻ എന്താണെന്ന് നോക്കാം. ട്വിൻ ഫ്ലെയിംസ് ജേണിയുമായി ബന്ധപ്പെട്ടിട്ട് DNA ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ പുറമേയുള്ള ബോഡിയിലുള്ള അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു DNA ആക്ടിവേഷനെ കുറിച്ചിട്ടല്ല. ഇത് സ്പിരിച്വൽ അവേക്കൻ്റെ സമയത്ത് ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള DML ആണെങ്കിലും DFL ആണെങ്കിലും പലതരത്തിലുള്ള ബോഡി ആക്ടിവേഷൻസ് നടക്കും. അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് അനുഭവപ്പെടും നമ്മുടെ എനർജിയിൽ. നമുക്ക് അതിനെയാണ് DNA ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി യൂഷ്വലി ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്ന്, നമ്മളുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആവും അല്ലേ. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു തലത്തിൽ നിന്നും പിന്നെ നമ്മൾ ഒരുപാട് കഴിയുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് 7 ചക്ര ആക്ടിവേഷൻ എന്ന് പറയാറുണ്ട്. അതെ, ട്വിൻ ഫ്ലെയിംസിൽ 7 ചക്ര ആക്ടിവേഷൻസ് നടക്കും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ കുണ്ടലിനി ആക്ടിവേഷൻ നടക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് ചക്ര ഓപ്പൺ ആവുക എന്നുള്ളത് നോർമൽ ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം സ്ട്രോങ് ആവും അല്ലേ. ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആവും. പിന്നെ നമ്മളുടെ തേർഡ് ഐ, അവിടെ നമുക്ക് എപ്പോഴും ഒരു സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. മുന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലായതിനു ശേഷം നമുക്ക് നമ്മുടെ തേർഡ് ഐയുടെ അവിടെയുള്ളൊരു വൈബ്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയുടെ ഇത് ഇൻക്രീസ് ആയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡി എനർജിയിലെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ചേഞ്ച് ആവും. നമ്മളുടെ ബോഡി നമ്മൾ ഈ ജേണിയിലേക്ക് വരുന്ന സമയത്തും ജേണീൻ്റെ ഫസ്റ്റ് സമയത്തൊക്കെ വളരെ ലോ എനർജിയിലാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണല്ലോ നമ്മളെ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫേസസിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ആ ലോ എനർജിയിൽ നിന്നും നമ്മളുടെ ഫ്രീക്വൻസി ചേഞ്ച് ആവും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതിനെ നമ്മളുടെ ഒരു 3D കോൺസെപ്റ്റിൽ നിന്നും നമ്മളുടെ ആ ഒരു മെൻ്റൽ ആ ഒരു നമ്മളുടെ തലം എന്ന് പറയുന്നത് അതൊരു 5Dയിലേക്കും അതിന് മുകളിലേക്കും ഉയരുന്ന ആളുകളുണ്ട്. ഞാനൊരു 5D വരെയുള്ള കാര്യം പറയാം. നമുക്കൊരു 5D കോൺസെപ്റ്റിലേക്ക് നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ് മാറുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾ ലെവലുള്ള കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി പാറ്റേൺ ആക്ടിവേറ്റ് ആവുന്നു. ഇനി ഈ DNA ആക്ടിവേഷൻ നടക്കുമ്പോൾ ഒരു ട്വിൻ ഫ്ലെയിംസിൻ്റെ അല്ലെങ്കിൽ ഒരു DFൻ്റെ അല്ലെങ്കിൽ DMൻ്റെ ബോഡിയിൽ പല സിംറ്റംസും കാണാം. അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾക്കത് മനസ്സിലാക്കുക. എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യ സമയങ്ങളിൽ, അതായത് DNA ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സെപ്പറേഷൻ പാസ് മുതൽ DNA ആക്ടിവേഷൻ സ്റ്റാർട്ടാകും. അപ്പോൾ നമ്മളുടെ ബോഡി ഭയങ്കര ചൂട്, ഒരുപാട് ഹീറ്റ് ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു എന്താണ് പറയുക, നമ്മുടെ ക്രൗണിൻ്റെ അവിടെ ഭയങ്കര ഒരു പ്രഷർ, ഏറ്റവും മുകളിലായിട്ടൊരു പ്രഷർ പോലെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടല്ലോ, എനിക്ക് ഇവിടെ ലെഫ്റ്റിൽ വൈബ്രേഷൻ വരുന്നു, റൈറ്റ് സൈഡിൽ വൈബ്രേഷൻ വരുന്നു എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അതായത് 1 മണിയായാലും നൈറ്റിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, 2 മണിയായാലും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തേക്ക് ഒരു ടൈമിംഗ് ഉണ്ടാവും ആ ഒരു പ്രത്യേക സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കളർ ചേഞ്ച് ആവുമെന്ന് പറയില്ല, പക്ഷേ അതിലേക്കുള്ള ഒരു എനർജി ചേഞ്ച് ആവും. കണ്ണിൻ്റെ ഒരു എനർജി, നമുക്ക് വളരെ ശക്തമായൊരു എനർജി നമ്മുടെ കണ്ണിൽ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും നമ്മുടെ കണ്ണിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത്. ശരിക്കും കണ്ണിൻ്റെ കളർ ചേഞ്ച് ആവുന്നതല്ല, അത് ആ ഒരു എനർജി നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആദ്യത്തെ എനർജിക്ക് പകരം പവർഫുൾ എനർജി ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷനാണ് ആ ഒരു ചേഞ്ചിങ് പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇയറിൽ, നമ്മുടെ ചെവികളിലൊക്കെ ഒരു റിങ് പോലെ അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, പറയാതിരിക്കാൻ പറ്റില്ല, ഹെഡ് ഏക്ക് ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് DNA ആക്ടിവേഷൻ്റെ കൂടെ സയൻസായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇമോഷണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇമോഷണലായിട്ട് എന്ത് ചേഞ്ച് വരാൻ വെച്ചാൽ, നമ്മുടെ ഈ അവേക്കണിങ് നടക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമ്മുടെ ട്രോമാസൊക്കെ സർഫേസിൽ വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് സഡനായിട്ടുള്ളൊരു കരച്ചിൽ വരിക, അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വരിക, നമ്മളുടെ ഇന്നർ ചൈൽഡ് കരഞ്ഞ് നമുക്ക് എന്താണ് ഏറ്റവും ഫസ്റ്റ് സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവും. ഹീലിംഗ് ആവുന്ന ആ ഒരു പാറ്റേൺ സ്റ്റാർട്ടാവും.
അതൊക്കെയാണ് നമ്മൾക്ക് ഒരു ഇമോഷണലി വേണമെങ്കിൽ പറയാവുന്ന ചേഞ്ച്. ഇതൊക്കെ ഒരു അവേക്കണിങ് സ്റ്റേജിൽ വരുമ്പോൾ ഒരു ട്വിൻ ഫ്ലെയിമിന് നോർമലി നടക്കുന്നൊരു പ്രോസസ്സാണ്. അല്ലാതെ DNA ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസോ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ഈ ഒരു അവെയർനെസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഈ അവേക്കണിങ് പാത്തിൽ സംഭവിക്കുന്ന എല്ലാ സിംറ്റംസും നമ്മളുടെ ഈ ഹോൾ ജേണിയുടെ എല്ലാതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ഒരു അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ, അപ്പോൾ നമ്മുടെ സ്പിരിച്വൽ ഭാഗത്ത് എന്തൊക്കെ രീതിയിലുള്ള സയൻസാണ് നമുക്ക് കാണിച്ചു തരാം. ആ സമയത്ത് നമ്മളെപ്പോഴും ഈ ട്വിൻ ജേണിയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ മിറർ നമ്പേഴ്സ് കാണാം. മിറർ നമ്പേഴ്സ് എപ്പോഴും നമ്മൾ കാണും. അപ്പോൾ ഈ മിറർ നമ്പേഴ്സിൻ്റെ ഒരു ഫ്രീക്വൻസി, അതായത് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ 1111 അങ്ങനത്തെ ഒരു ഫ്രീക്വൻസി അല്ല ഞാൻ പറയണത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 717 818 അങ്ങനത്തെ ഒരു ഫ്രീക്വൻസിയിൽ അതിങ്ങനെ കാണുമ്പോൾ അത് എക്സ്പെഷ്യലി അത് DNA നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഇന്നർ ബോഡിയിലുള്ള ഒരു ചേഞ്ചസിനെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു പാറ്റേൺ കാണുമ്പോൾ കേട്ടോ, അത് നമ്മൾ ഫസ്റ്റ് ടൈമിൽ എല്ലാവരും കാണുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ടെലിപ്പതി ഡ്രീമൊക്കെ ഭയങ്കര കൂടുതൽ ഇൻക്രീസ് ആവുന്നതായിട്ടും, പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈമിൽ നമുക്ക് നമ്മുടെ DMൻ്റെ എനർജി ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് DMൻ്റെ എനർജി ഫീൽ ചെയ്തതായിട്ട് നമുക്ക് തോന്നും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നത് പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ കുറേയൊക്കെ നമ്മുടെ എന്താ പറയുക, കുറേ ആ സമയത്തുള്ള കുറേ ഏത് സമയത്തും ആ ഒരു DMനെ കുറിച്ചുള്ളൊരു ചിന്തയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ ആകും. പക്ഷേ എന്നിരുന്നാലും നമുക്കതൊരു ശരിക്കും നമുക്കൊരു വൈബ്രേഷൻ, എനർജറ്റിക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുള്ളതാണ് DMൻ്റെ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നാച്ചുറായിട്ട് നമുക്ക് കണക്റ്റ് ആവാനായിട്ടുള്ള ഒരു തോട്ട്സ് വരും. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു സ്പിരിച്വൽ ചേഞ്ചസ് എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ചാൽ നമ്മളുടെ DNA എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ ജനിക്കുമ്പോൾ DNA ചേഞ്ച് ആവുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കിതിന് ഇങ്ങനെ പറയാം, നമ്മുടെ ഈ ഹീലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ മെഡിറ്റേഷനും നമ്മൾ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് പല പാറ്റേൺസ് ഈ സമയത്ത് നമ്മൾ എടുക്കുമല്ലോ. അതുകൊണ്ട് എന്താണെങ്കിലും നമ്മളുടെ ഈ ഒരു എനർജി ബോഡിയിൽ ചേഞ്ച് ഉണ്ടാവും. ആ എനർജി ബോഡിയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് വളരെ രീതിയിൽ പുറത്തേക്ക് എടുത്ത് കാണിക്കും, എഫക്റ്റീവായിട്ട് എടുത്ത് കാണിക്കും. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു DNA ആക്ടിവേഷൻ്റെ സമയത്ത് നമ്മൾ എക്സ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. എനിക്ക് ഈ ടീത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു, പല്ലിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അതൊരു നോർമലാണ്, സമയത്ത് ഉള്ള ടീത്ത് പ്രോബ്ലം നോർമലാണെന്ന് പറയാം. കാരണം അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്കിൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഔട്ടർ ബോഡി, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ്, അതുപോലെ തന്നെ ഈ ഓവർ തിങ്കിങ്, ഇമോഷൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, അതുപോലെ തന്നെ നമ്മൾ ക്രൈം ചെയ്യുന്നൊരു ഫേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും സ്ട്രെസ്സുകളൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി അല്ലേ, നമുക്ക് ആ സമയത്ത് അറിയാം നമുക്ക് ഭയങ്കര ബോഡി വീക്കായിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയൊക്കെ അത്രയും വീക്കാകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്കതൊരു നമ്മുടെ ഈ ഒരു എനർജിയിൽ ഷിഫ്റ്റ് നടക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കിന്നിനെ ആയിക്കോട്ടെ, ടീത്തിനെ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ബാധിക്കുന്നുള്ളതാണ്. അതായത് ഈ ട്വിൻ ഫ്ലെയിം ബോഡിയിൽ വന്നതുകൊണ്ട് ഈ ഒരു പല്ലുവേദന വരുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ തന്നെ സ്കിന്നിലും ഈ ടീത്തിലൊക്കെ ഈ ഓവർ സ്ട്രെസ്സ് കാരണം കൊണ്ട് തന്നെയാണ് ഈ ടീത്തിനും പ്രത്യേകിച്ച് നൈറ്റിലാവുമ്പോൾ ഒരു 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 ക്ലൻസിങ് നടക്കും അവിടെ. അപ്പോൾ ഈ ക്ലൻസിങ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആങ്സൈറ്റി അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ടീത്ത് എന്താകും, അതിലേക്കൊക്കെ ഒരു പെയിൻ ക്രിയേറ്റ് ആയിട്ട് അതായത് നമ്മുടെ DNA ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പെയിൻ ഏത് രീതിയിലാണ് നമുക്ക് റിലീസ് ആവാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് സ്കിന്നിലാവുമ്പോൾ റാഷസൊക്കെ വരാം. അതായത് ഒരു റീസണും ഇല്ല, പക്ഷെ നമ്മുടെ സ്കിന്നിൽ
ഭയങ്കരമായിട്ട് ഒരു ഇച്ചിങ് പോലെയൊക്കെ വരിക, അത് കണ്ടുവരാറുണ്ട്, എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാ കണ്ടീഷനും നമ്മൾ ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാമെന്നുള്ളതാണ്. സ്കിൻ റാഷസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കത് വേണമെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെ കാണിക്കാം. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ സ്പിരിച്വൽ അവേക്കണിങ്ങായിട്ട് കണക്ട് ചെയ്തിട്ട് നിൽക്കരുത്. നമ്മൾ അത്രയും ബോധമുള്ള ആളുകളാണല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ രണ്ട് തലവും കാണണം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ പുറത്തേക്ക് വന്ന് ഈ പ്രോബ്ലംസ് ഉണ്ടാക്കണമെന്ന് വെച്ചാലും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടീത്ത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, ടീത്തിനും ഡോക്ടറെ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ റീഅലൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു ഇഷ്യൂസൊക്കെ പോകുമ്പോൾ എന്താണ്, അതിനുശേഷം പിന്നെ അവിടെ സെറ്റായി, ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു DNA ആക്ടിവേഷൻ്റെ സമയത്ത് കണ്ടുവരുന്നുണ്ട്. ഇനി എനിക്ക് മെയിൻലി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഡിഫറെൻറ്റ് ബോഡി, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ എല്ലാം ആണ്. അപ്പോൾ ഞാൻ സ്പിരിച്വൽ അവേക്കണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഓവർ ഹെഡേക്ക് വരിക, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾ വരുമ്പോഴും നിങ്ങൾ അതിനെ സഫർ ചെയ്ത് വെച്ചിട്ട് അല്ല നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കുക, നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇതിൽ കൊടുക്കാൻ സാധിക്കുക. നമ്മൾ ഇന്നറിലുള്ള ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ടറിലേക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഔട്ടറിലേക്കുള്ള മരുന്നും നമ്മൾ അതിന് കൊടുക്കണം. ഡോക്ടറെ കാണേണ്ടതാണെങ്കിൽ കാണണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്കത് നോർമലി മാറിക്കോളും, കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇതാണ് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേണിയിൽ DNA ആക്ടിവേഷൻ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് നമ്മുടെ ബോഡിയിൽ DNA ആക്ടിവേഷൻ നടക്കുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി ആണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ കുറച്ചെങ്കിലും ആളുകൾക്ക് റിലേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോൾസ്, താങ്ക് യു ഡിവൈൻ, താങ്ക് യു യൂണിവേഴ്സ്.